IMA ആരോഗ്യ വിചാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമസ്കാരം. IMA ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തിയോ രാഷ്ട്രമോ ഒന്നുമല്ല, പുകയില എന്നാണ് ഉത്തരം. വേൾഡ്സ് മോസ്റ്റ് കോമൺ പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസീസസ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രതിരോധിക്കാൻ സാധിക്കുന്ന രോഗത്തിൻ്റെയും രോഗാതുരതയുടെയും മരണത്തിൻ്റെയും എല്ലാം കാരണം പുകയിലയാണ്. ഇന്ന് IMA ആരോഗ്യ വിചാരം പ്രതിപാദിക്കുന്നതും ഈ വിഷയം തന്നെ, പുകയിലയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളതും പഴക്കമേറിയതുമായിട്ടുള്ള ഒരു ലഹരി വസ്തു ഉപയോഗമുണ്ടെങ്കിൽ അതും പുകയിലയുടേതാണ്. ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടതും പഠന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ലഹരി പദാർത്ഥമുണ്ടെങ്കിൽ അതും പുകയിലയുടേതാണ്. എയ്ഡ്സ്, റോഡപകടങ്ങൾ, മയക്കുമരുന്ന്, മദ്യപാനം, കൊലപാതകങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർത്തുണ്ടാവുന്ന മരണങ്ങളെക്കാൾ കൂടുതലാണ് പുകയില മൂലമുണ്ടാവുന്ന മരണങ്ങൾ. പുകയില പല രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. പുകയില പാൻ, മുറുക്കാൻ കൂട്ട് എന്ന രീതിയിൽ ചവക്കപ്പെടുന്നു. അതേപോലെ സിഗരറ്റ്, ബീഡി, ഹുക്ക എന്നീ രൂപങ്ങളിൽ പുകയ്ക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത് ലോകത്തിൽ ഓരോ വർഷവും 5 മില്യൺ അല്ലെങ്കിൽ 50 ലക്ഷം മരണങ്ങൾ ലോകത്താകമാനം തന്നെ പുകയില മൂലം നേരിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 1 മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം മരണങ്ങളാണ് പ്രതിവർഷം ഈ പുകയില മൂലം നേരിട്ട് സംഭവിക്കുന്നത്. അതുതന്നെ 2020 ആകുമ്പോഴേക്കും ഏതാണ്ട് 15 ലക്ഷമോളം ആളുകൾ ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയിൽ പുകയില മൂലം നേരിട്ട് മരിക്കുന്നു. ഇന്ത്യ പുകയില ഉൽപാദനത്തിൽ ലോകത്ത് 3-ാം സ്ഥാനത്താണെങ്കിലും അതിൻ്റെ ഉപയോഗത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത കണക്കുകൾ അനുസരിച്ച് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാവട്ടെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഏതാണ്ട് 50,000 പേർ ഓരോ വർഷവും പുകയിലയുടെ ഉപയോഗം മൂലം മരണപ്പെടുന്നു എന്ന് കണക്കുകൾ നിന്ന് മനസ്സിലാക്കുന്നു. ഈ കണക്കുകളൊക്കെയും ഹൃദ്രോഗം, അതായത് പുകയില ഒരു പ്രധാന ഇൻഡയറക്റ്റ് കാരണക്കാരനായ ഹൃദ്രോഗം കണക്കിലെടുക്കാതെയുള്ള കണക്കുകളാണ്. അതും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഓരോ 40 സെക്കൻഡിലും ഒരു മരണം പുകയില മൂലം ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഞെട്ടിക്കുന്ന കണക്കാണ്. ഓരോ 40 സെക്കൻഡിലും ഇന്ത്യയിൽ ഒരാൾ വെച്ച് ഈ പുകയിലയാൽ മരണപ്പെടുന്നു എന്നുള്ള വസ്തുത. സാധാരണ പുക വലി ശീലമാണ് പുരുഷന്മാരിൽ കൂടുതലെങ്കിൽ ടൊബാക്കോ ച്യൂയിങ്, അത് ചവയ്ക്കലാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഏതാണ്ട് 80% സ്ത്രീകളിലും ഈ പുകയിലയുടെ ഉപയോഗം ടൊബാക്കോ ച്യൂയിങ് ആയിട്ടാണ് കാണുന്നത്. മൊത്തം പുകയിലയുടെ ഉപയോഗത്തിൻ്റെ ഏതാണ്ട് 25% ഇതേ വിധത്തിൽ ടൊബാക്കോ ച്യൂയിങ് അല്ലെങ്കിൽ പുകയില ചവയ്ക്കലിലൂടെയാണ് ഉണ്ടാവുന്നത്. ഈ ശീലം പലപ്പോഴും നിസ്സാരമായി കാണപ്പെടുന്നു. ചെറിയ വായ്നാറ്റം മുതൽ മാരകമായ ക്യാൻസറുകൾ വരെ ഈ ശീലം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. വായ്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന ഓറോഫാരഞ്ചൽ ക്യാൻസർ, ഇവയുടെ 90% കാരണവും പുകയില ചവക്കലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മോണവീക്കം, പല്ലുകളുടെ അനാരോഗ്യം, ക്രോണിക് ജിഞ്ചിവൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, അതേപോലെ ല്യൂക്കോപ്ലേക്കിയ, എരിത്രോപ്ലേക്കിയ തുടങ്ങിയ ക്യാൻസർ ആകാവുന്ന രോഗാവസ്ഥകൾ, ഇതൊക്കെയും പുകയിലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം പുകയില ചവയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ്. നമുക്കറിയാം, സ്മോക്കിംഗ് അല്ലെങ്കിൽ പുക വലിയാണ് ഈ പുകയിലയുടെ ഉപയോഗത്തിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മാർഗം. അതുതന്നെ സിഗരറ്റ്, ബീഡി, ഹുക്ക എന്നീ രീതികളിലാണ്
ഇത് പുക വലിക്കപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെല്ലാം ബീഡിയുടെ രൂപത്തിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പലരുടെയും ധാരണ ഉള്ളതുപോലെ ബീഡി സിഗരറ്റിനേക്കാൾ അപകടം കുറവ് എന്നതാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ബീഡി സിഗരറ്റിനേക്കാൾ ഇരട്ടിയിലധികം അപകടകാരിയാണ്. ഒരു ആൾ പുകവലിച്ചാൽ ആയുസ്സിൻ്റെ ഓരോ സിഗരറ്റ് അല്ലെ ബീഡിക്ക് ആയുസ്സിൻ്റെ 14 മിനിറ്റാണ് കുറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുകവലിക്കാത്ത ഒരാളുടെ ആയുസ്സിനേക്കാൾ 20 മുതൽ 25 വർഷം വരെ പുകവലിക്കുന്ന ആൾക്ക് കുറവ് ഉണ്ടാകുന്നു. പുകവലി ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുകവലിക്കുന്ന സിഗരറ്റ് അല്ലെങ്കിൽ ബീഡിയിൽ പുകയ്ക്കുമ്പോൾ ഈ പുകയിൽ 4000-ലധികം മാരകമായ രാസപദാർത്ഥങ്ങളുണ്ട്. ഇവയിൽ 600-ലധികം കാർസിനോജനിക് അഥവാ ക്യാൻസറിന് ഉതകുന്ന പദാർത്ഥങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് നിക്കോട്ടീൻ, ടാർ, ബെൻസോപൈരീൻ, പൊളോണിയം തുടങ്ങി ധാരാളം പദാർത്ഥങ്ങൾ, ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന, ശരീരത്തിൻ്റെ അടി മുതൽ മുടി വരെ രോഗാതുരതകൾ സമ്മാനിക്കാവുന്ന ഒരു ശീലമാണ് പുകവലി ശീലം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഓരോ അവയവങ്ങളായി പരിശോധിക്കുകയാണെങ്കിൽ ഹൃദയ രോഗങ്ങളെ മൊത്തമായി എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ, കാരണക്കാരനാകുന്ന ഫാക്ടർ പുകവലിയാണ്. പുകവലി മൂലം ഹൃദയത്തിൻ്റെ താളം വർദ്ധിക്കുകയും, അതായത് ഹാർട്ട് റേറ്റ് വർദ്ധിക്കുകയും, ശരീരത്തിലെ സിസ്റ്റമിക് പ്രഷർ, അതായത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ബ്ലഡ് പ്രഷർ വർദ്ധിക്കുകയാണ്. ഇതുപോലെ തന്നെ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തധമനികൾ അടഞ്ഞു പോകുന്ന അതിറോസ്ക്ലിറോസിസ് എന്ന പ്രക്രിയ പുകവലി മൂലം വളരെയധികം ആക്കം കൂട്ടുന്നു. അങ്ങനെ രക്തം കുഴലുകൾ അടഞ്ഞു പോവുകയും കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയസ്തംഭനത്തിലേക്ക് കാരണമാകുന്ന, ഹൃദയത്തിൻ്റെ രക്തധമനികൾ അടഞ്ഞു പോകുന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ ശരീരത്തിൻ്റെ എക്സസൈസ് കപ്പാസിറ്റി വളരെയധികം പുകവലി മൂലം കുറയുകയും ചെയ്യുന്നു. പുകവലിക്കുന്നവരുടെ രക്തത്തിന് കട്ടി കൂടാനുള്ള, അതായത് ക്ലോട്ടിംഗ് ടെൻഡൻസി വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക്, അത് ഏത് അവയവങ്ങളിലാവട്ടെ, ഹൃദയത്തിൽ പ്രത്യേകിച്ച് ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സാധ്യതയും കൂടുന്നു. ഈ സ്മോക്കിംഗ് ശീലത്തിൽ വലിക്കുന്ന പുക നേരിട്ട് ശ്വാസകോശങ്ങളിലാണ് എത്തുന്നത് എന്നുള്ളതിനാൽ തന്നെ വളരെയധികം പുകവലിയാൽ ബാധിക്കപ്പെടുന്ന ശരീരത്തിലെ ഒരു അവയവമാണ് ശ്വാസകോശങ്ങൾ. ശ്വാസകോശത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പുകവലിക്കുമ്പോൾ ആ പുക ശ്വസനനാളിയിലേക്ക് നേരിട്ട് എത്തുന്നു. ഈ ശ്വസനനാളികളിലുള്ള പ്രതലത്തിനെ നശിപ്പിക്കുക, സീലിയ പോലെയുള്ള പ്രതലത്തിലുള്ള സംവിധാനങ്ങളെ ഈ പുക നശിപ്പിക്കുന്നു. മാത്രമല്ല ശ്വാസകോശത്തിൻ്റെ അടിത്തട്ടിലുള്ള ആൽവിയോളൈ, അതിൻ്റെ ഭിത്തികളെ തന്നെ ഈ പുകയിലുള്ള വിഷാംശങ്ങൾ തകർക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ അഥവാ ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെയധികം കുറയുന്നു. തന്മൂലമുണ്ടാവുന്ന രോഗമാണ് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഇന്ന് ലോകത്തിൽ 4ാമത്തെ ഏറ്റവും വലിയ മരണകാരണമാകുന്ന രോഗം, വൈകാതെ 3ാം സ്ഥാനത്ത് എത്തുന്ന രോഗം എന്ന് പറയുന്നതാണ് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാരൻ പുകവലിശീലം തന്നെയാണ്. അതുപോലെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറാണ് ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശ ക്യാൻസർ. ഈ ശ്വാസകോശ ക്യാൻസർ 90% ഉണ്ടാകുന്നത് പുകവലി മൂലമാണ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ആമാശയം, കുടൽ എന്നിവ ഉൾപ്പെടുന്ന സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ പുകവലി ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും
പ്രതലത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവയിലുണ്ടാവുന്ന പരിക്കുകൾ ഉണങ്ങാനുള്ള സാധ്യത കുറയ്ക്കുന്നു. തന്മൂലം ഗാസ്ട്രിക് അൾസർ, പെപ്റ്റിക് അൾസർ തുടങ്ങിയ, അഥവാ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ വയറ്റിലെ പുണ്ണിൻ്റെ പ്രധാന ഒരു കാരണക്കാരൻ പുകവലിയാണ്. അതേപോലെ ആമാശയത്തെ ബാധിക്കുന്ന കാർസിനോമ സ്റ്റൊമക് ക്യാൻസർ, അതേപോലെ വൻകുടലിനെ ബാധിക്കുന്ന കോളൻ ക്യാൻസർ എന്നീ മാരകമായ, എന്നാൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ക്യാൻസറുകളുടെ മുഖ്യ കാരണം പുകവലിയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ പിത്തസഞ്ചിയിലെ കല്ലുകൾ, ഗോൾ സ്റ്റോൺസ് എന്ന അവസ്ഥ, അതുപോലെ കുടലിനെ ബാധിക്കുന്ന ക്രോൺസ് ഡിസീസ് തുടങ്ങിയ രോഗാവസ്ഥകൾക്കും പുകവലി കാരണമാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. തലച്ചോറിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പുകവലിച്ച് 7-8 സെക്കൻഡുകളിനുള്ളിൽ പുകവലിച്ച നിക്കോട്ടിൻ്റെ അംശം തലച്ചോറിലേക്ക് എത്തുകയും അത് തലച്ചോറിനെ സ്വാധീനിക്കുകയും അങ്ങനെ ശരീരം നിക്കോട്ടിന് അടിമപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ രക്തം കട്ടപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തലച്ചോറിലേക്കുള്ള പ്രധാന രക്തധമനിയായ കരോട്ടിഡ് ആർട്ടറിയിൽ രക്തം കട്ടി കൂടി ക്ലോട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ കരോട്ടിഡ് ആർട്ടറി സ്റ്റീനോസിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ രക്തം തലച്ചോറിൽ തന്നെയും കട്ടപ്പിടിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തളരുന്ന പക്ഷാഘാതം അഥവാ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്ന രോഗ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ ക്രമാതീതമായി കൂടുന്നത് കൊണ്ട് സെറിബ്രൽ ഹെമറേജ് പോലെയുള്ള അവസ്ഥ ഉണ്ടാവുകയും തന്മൂലം ജീവന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയും ഈ പുകവലി മൂലം ഉണ്ടാകുന്നു. ഈ പുകവലി കണ്ണുകളെ ബാധിച്ച് തിമിരത്തിൻ്റെ സാധ്യതയുടെ ആക്കം കൂട്ടുന്നു. അതുപോലെ ചിലപ്പോഴെല്ലാം റെറ്റിനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്ന അവസ്ഥയിലൂടെ പെട്ടെന്ന് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടാക്കിയേക്കാം. പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് കാലുകളെ ബാധിക്കുന്ന പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. കാലുകളിലേക്കുള്ള രക്തോട്ടം ധമനികൾ ചുരുങ്ങുന്നത് മൂലവും രക്തം കട്ടി കൂടുന്നത് മൂലം രക്തോട്ടം കുറയുകയും കാലുകൾക്ക് അസഹ്യമായ വേദനയും കടച്ചിലും അനുഭവപ്പെടുകയും ക്രമേണ കാലുകളുടെ നിറവും ജലാംശവും കുറഞ്ഞ് വരണ്ടുപോയി അങ്ങനെ കാലോ വിരലോ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു ഭീകരമായിട്ടുള്ള രോഗമാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ്. ഇത് നമ്മുടെ നാട്ടിലും വളരെ വ്യാപകമായിട്ട് കാണുന്നു. സർജിക്കൽ വാർഡുകൾ നമുക്ക് കാണാവുന്ന ഒരു രോഗമാണ്. വളരെ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിട്രൻസ് എന്ന ഇതിന് സമാനമായ രോഗം ചെറുപ്പക്കാരിൽ കാണുന്നു. പുകവലി നിർത്തിക്കഴിഞ്ഞാൽ തീർത്തും തിരിച്ച് ആരോഗ്യാവസ്ഥയിൽ വരാവുന്ന ഒരു രോഗമാണ് ഇത്. ഈ പുകവലി ശീലം എല്ലുകളെ ബാധിച്ച് അതിൻ്റെ ബലക്കുറവുണ്ടാക്കുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥയുടെ ആക്കം കൂട്ടുന്നു. അതുപോലെ ചില പ്രത്യേകതരം എല്ലിൻ്റെ ക്യാൻസറുകളും പുകവലിയാൽ കൂടുതലുണ്ടാകുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ പുകവലി ബാധിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ തൊലിയുടെ ഘടനയും അതിൻ്റെ ടെക്സ്ചറും എന്നൊക്കെ പറയുന്നത്. തൊലികളുടെ ഭംഗി, സ്ഥിരമായി പുകവലിക്കുന്ന ഒരാളിൽ തൊലികളുടെ ഭംഗി കുറയുന്നു, ചുളിവ് കൂടുന്നു എന്ന് പഠനം കാണിക്കുന്നു. സമപ്രായക്കാരനായ ഒരു പുകവലിക്കാരനേക്കാൾ അതില്ലാത്ത ഒരാൾക്ക് 5 വയസ്സ് പ്രായം കുറവ് തോന്നിക്കുമത്രേ. അതുപോലെ തന്നെ മൂത്രാശയങ്ങളെയും പുകവലി നേരിട്ട് ബാധിക്കുന്നുണ്ട്. മൂത്രാശയമാണ് പുകവലി ബാധിക്കുന്ന മറ്റൊരു പ്രധാന അവയവം. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ്. കാരണം പുകവലിയായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു അവയവമാണ്. പക്ഷേ പുകവലിക്കുന്ന ഒരാളുടെ ശരീരത്തിലുണ്ടാവുന്ന മാരകമായ രാസപദാർത്ഥങ്ങൾ അത് രക്തത്തിലൂടെ സഞ്ചരിച്ച് മൂത്രത്തിൽ അത് പുറത്തു പോകാൻ വേണ്ടി കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ പോലും അത് മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ബ്ലാഡർ ക്യാൻസർ, അതായത് മൂത്രസഞ്ചിയെ ബാധിക്കുന്ന ബ്ലാഡർ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന കാരണം പുകവലിയാണ്. അതേപോലെ തന്നെ ബ്ലാഡറിനോട് മൂത്രസഞ്ചിയോട് അടുത്ത് നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും പുകവലി പ്രധാന ഒരു കാരണമായി കാണുന്നു. ഇത് വളരെ പ്രധാനമാണ്. മൂത്രാശയങ്ങളെ വരെ ഈ പുകവലി ശീലം നേരിട്ട് ബാധിക്കാം. അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തെയും വളരെ സാരമായി ഈ പുകവലി ശീലം ബാധിക്കുന്നുണ്ട്.
പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ. സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രജൻ എന്ന ഈ പ്രത്യുൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഹോർമോണിനെ ഇത് ബാധിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഓവുലേഷൻ, അണ്ടാശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളും പുകവലിശീലം കൂടുതലായി ഉണ്ടാക്കുന്നു. അബോർഷന്റെ സാധ്യതയും സ്ത്രീകളിൽ പുകവലിശീലം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ സ്പേം കൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി, മോട്ടിലിറ്റി, ചലനശേഷി എല്ലാം ഈ പുകവലി സാരമായി ബാധിക്കുന്നുവെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ ഉദാഹരണത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ പുകവലി ശീലം നിർത്തിയാൽ പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാവുന്ന തരത്തിലുള്ള അവസ്ഥകൾ മാത്രമാണ് താനും. അപ്പോൾ ഇതിനോടകം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്നെല്ലാം പുകവലി അടിമുടി എന്തെല്ലാം രോഗാവസ്ഥകൾ നമുക്കുണ്ടാക്കും എന്നൊരു ഉത്തമ ബോധ്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ പുകവലി സത്യത്തിൽ അത് വലിക്കുന്ന ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വലിയ സാമൂഹിക വിപത്താണ്. ഈ പുകവലിക്കാരൻ വലിച്ചു വിടുന്ന പുകയെ നമ്മൾ ETS, എൻവയൺമെൻ്റൽ ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്നു. ഇത് സത്യത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിന് തന്നെയുള്ള ഒരു വലിയ കാരണമാണ്. ഒപ്പം നിരപരാധികളായ വ്യക്തികൾക്ക് പോലും രോഗാതുരതയുണ്ടാക്കുന്ന ഒന്നുമാണ് ഇത്തരത്തിലുണ്ടാകുന്ന പുക. ഈ ബീഡി അല്ലെങ്കിൽ സിഗരറ്റിലൂടെ പോകുന്ന പുകയെ രണ്ട് വിധത്തിൽ നമുക്കതിനെ പറയാം. ഒന്ന് മെയിൻ സ്ട്രീം സ്മോക്ക്, മറ്റൊന്ന് സൈഡ് സ്ട്രീം സ്മോക്ക്. ഈ വലിച്ചു വിടുന്ന പുകയാണ് മെയിൻ സ്ട്രീം സ്മോക്ക് എന്ന് പറയുന്നത്. അതുപോലെ കത്തി അമരുന്ന ബീഡിയോ അല്ലെങ്കിൽ സിഗരറ്റോ അതിൽ നിന്ന് വമിക്കുന്ന പുകയാണ് സൈഡ് സ്ട്രീം സ്മോക്ക് എന്ന് പറയുന്നത്. ഇവയിൽ 3 ഇരട്ടി കൂടുതൽ നിക്കോട്ടിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ 50 ഇരട്ടി കൂടുതലായിട്ട് കാർസിനോജനിക്കായ അല്ലെങ്കിൽ അർബുദ സാധ്യതയുള്ള ഘടകങ്ങളും ഉണ്ട് എന്ന് കാണുന്നു. ഇത്തരം പുക നമ്മൾ ശ്വസിക്കുന്നതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് പലപ്പോഴും ഈ പാസീവ് സ്മോക്കിങ്ങിന് ഇരകളാകുന്നത്. ഈ പുക ശ്വസിക്കുന്നതിലൂടെ ആസ്ത്മ, അതേപോലെ നേരത്തെ പറഞ്ഞ COPD, അതേപോലെ മറ്റ് ശ്വാസകോശ രോഗങ്ങൾ മാത്രമല്ല മാരകമായ ക്യാൻസറുകൾ പോലും ഈ പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്നു. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് പാസീവ് സ്മോക്കിംഗ്. പലപ്പോഴും സ്ത്രീകൾ ജീവിതത്തിൽ ഇന്നേ വരെ പുകയില ഉപയോഗിച്ചിട്ടില്ലാത്ത സ്ത്രീകളിൽ ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഇന്ന് വളരെയധികം കാണുന്നു. ഇതിന് കാരണം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ആരെങ്കിലോ ദീർഘകാലമായിട്ട് പുകവലിക്കുന്നത് കൊണ്ടും ആ പുക ശ്വസിക്കുന്നതിലും കൂടിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുകവലിയെ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് എന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന പോലും നൽകുന്നത്. ഇത് ആ വ്യക്തിയെ കൂടാതെ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ, ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പോലും ഇത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി നിരോധിച്ചിട്ടുണ്ടെങ്കിലും പാൻ മസാല പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ നിയമങ്ങളും ശക്തമായ നടപടികളും ഈ കാര്യത്തിൽ വേണ്ടതുണ്ട്. ഈ പുകയിലയുടെ ഇത്രയേറെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഉരുത്തിരിയുന്ന ഏറ്റവും കാതലായ ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പുകവലി ശീലം എങ്ങനെ നമുക്ക് നിർത്താൻ സാധിക്കും എന്നതാണ്. അത്ഭുതകരം എന്ന് പറയട്ടെ, പുകവലിക്കുന്ന ആളുകളിൽ ഏതാണ്ട് 85% അത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ജീവിത സമ്മർദ്ദങ്ങളോ ജോലി സമ്മർദ്ദങ്ങളോ മറ്റും കാരണമാണ് ആളുകൾ ഈ ഒരു ദുശ്ശീലം തുടരുന്നത്. ഈ ലഹരി പദാർത്ഥത്തിൻ്റെ എല്ലാവിധ ദുഷ്ടവശങ്ങളും അതിൻ്റെ അപകടങ്ങളും സ്വന്തം മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതിൽ ആദ്യപടി. അതേപോലെ ബിഹേവിയറൽ തെറാപ്പി, കൗൺസിലിംഗ് പോലെയുള്ള, അതേപോലെ യോഗ പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, ഇതൊക്കെ പുകവലി നിർത്താൻ സഹായകമാവുന്ന സംഗതികളാണ്. ഇതുകൂടാതെ ഈ പുകവലി ശീലം നിർത്താൻ സഹായിക്കുന്ന ശക്തമായ മരുന്നുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. മരുന്നുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായി കാണുന്നത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അഥവാ ശരീരത്തിന് പുകയില ഉപയോഗിക്കാനുള്ള ആസക്തി നശിപ്പിക്കാൻ വേണ്ടി ചുയിങ്കം, നിക്കോടെക്സ്, നിക്കോഗം പോലെയുള്ള ചുയിങ്കം ഉപയോഗിച്ച് ഈ ഒരു വലിക്കാനുള്ള ആസക്തി ഇല്ലാതാക്കുക. അല്ലെങ്കിൽ നിക്കോട്ടിൻ ഇൻഹേലർ, നിക്കോട്ടിൻ സ്പ്രേ തുടങ്ങിയ പല രൂപങ്ങളും ഇതിനുണ്ട്. കൂടാതെ ബുപ്രോപ്പിയോൺ, വാരനിക്ലിൻ തുടങ്ങിയ വില കൂടിയ മരുന്നുകളും പുകവലി നിർത്താൻ വേണ്ടി ലോകവ്യാപകമായി
ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പഠനങ്ങൾ തെളിയിക്കുന്നത് ശരിയായ കൗൺസിലിംഗ്, അത് കൂടുതലും ചികിത്സിക്കുന്ന ഡോക്ടർ ഈ പുകവലി മൂലമുണ്ടാവുന്ന രോഗങ്ങളായി കാണിക്കുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ വളരെ വ്യക്തമായും ശക്തമായും പുകവലി നിർത്താനുള്ള ഉപദേശങ്ങളും കൗൺസിലിംഗ് നൽകുകയും അതിന് അനുബന്ധമായി നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുകവലി നിർത്തൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആത്യന്തികമായി ഈ പുകയിലയുടെ ദൂഷ്യവശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, ആ ശീലം ഉപേക്ഷിക്കുക ഇന്ന് തന്നെ. ഇനി